നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസങ്ങളായി. കാരണം എനിക്കും കുഞ്ഞിനും നല്ല പനിയുണ്ടായിരുന്നു. പിന്നെ റെയിൽവേയുടെ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതിൻ്റെ തിരക്കൊക്കെ ആയിരുന്നു. രാത്രി പഠിത്തം ശരിക്കും നടക്കുന്നില്ലായിരുന്നു, പകലും എല്ലാം കണക്കായിരുന്നു. സോ വീണ്ടും പൂർവാധികം ശക്തിയോടെ നമ്മൾ വീഡിയോ ആയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. പഠിത്തം സ്റ്റാർട്ട് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു. കാരണം ഇന്ന് വീഡിയോ ഇടുന്ന ദിവസം, അതായത് 21-ാം തീയതി നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ഇത് കൊടുക്കാൻ, കൺഫർമേഷൻ കൊടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ ഒന്നാമത് ഭയങ്കര ഒരു ടെൻഷനും പേടിയൊക്കെ വന്നിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റപ്പോൾ ആദ്യം കണ്ട മെസ്സേജ് ഇത് കൺഫർമേഷൻ കൊടുക്കാമെന്നുള്ളതായിരുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ ഇത്രയും ദിവസം എത്ര മടി പിടിച്ചിരിക്കുമായിരുന്നെങ്കിലും ഇനിയിപ്പോൾ നമ്മൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യണം. സോ ഇതിപ്പോൾ എൻ്റെ ഒരു രാത്രിയിലത്തെ സ്റ്റഡി റൂട്ടീനാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ വേൾഡ് റവല്യൂഷൻ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുമായിരുന്നു. അപ്പോൾ അത് പഠിക്കുമായിരുന്നു കേട്ടോ. നേരത്തെ പഠിച്ചു വെച്ചാണ്, ഒന്നുകൂടെ റിവൈസ് ചെയ്യുകയാണ്. അപ്പം എനിക്ക് നന്നായിട്ട് റിവിഷൻ വേണം ഒരു കാര്യം ഓർത്തിരിക്കാൻ വേണ്ടി. സോ റിവൈസ് ചെയ്ത് വിടുമായിരുന്നു. ഞാനിങ്ങനെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് LDCയുടെ സമയത്ത് ഞാൻ ഉണ്ടാക്കിയ ഷോർട്ട് നോട്ട്സ് ആണ്. ഇപ്പോൾ ഇത് റഷ്യൻ റവല്യൂഷൻ്റെ ഷോർട്ട് നോട്ട്സ് ആണ്. അപ്പോൾ ലെനിനെ പറ്റി അതിനായിട്ട് മെയിനായിട്ട് ഈ ഓറഞ്ച് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഏറ്റവും മെയിനായിട്ട് അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ അതിന് ശേഷം കോൺസ്റ്റിറ്റ്യൂഷനാണ് ഈ വീക്ക് എടുത്തത്. കോൺസ്റ്റിറ്റ്യൂഷൻ സിലബസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ഏതൊക്കെയാണ് SCERT ചാപ്റ്റേഴ്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ SCERT ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്നൊക്കെയാണ് ഇപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ഏകദേശം കണ്ടോ, കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിനകത്ത് ന്യൂ SCERTയിലെ കുറേ ചാപ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. ജനങ്ങളാൽ, അതുപോലെ ഭരണഘടന വഴിയും വഴികാട്ടിയും, ഇങ്ങനെ കുറേ ചാപ്റ്റേഴ്സ്. അപ്പോൾ നിങ്ങൾക്കിത് അറിയത്തില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്കിത് എഴുതിയെടുക്കാം. കാരണം ന്യൂ SCERTയിലെ ചാപ്റ്റേഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ വിചാരിച്ചിരിക്കുന്നത് സിലബസ് അനുസരിച്ചിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു വശത്തുനിന്ന് തീർത്ത് വന്നിട്ട് എന്നിട്ട് SCERT വായിക്കാമെന്നാണ്. കാരണം SCERTയിൽ അപ്പം ഈ പഠിച്ച പോയിൻറ്റ്സ് പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് അത് എഴുതണ്ടല്ലോ. അങ്ങനെ അപ്പോൾ ഞാൻ ഒരു വീക്കിലെ ടൈം ടേബിളാണ് ഇപ്പം ഈ വീക്ക്, അതായത് ഇന്നിപ്പോൾ ഫ്രൈഡേ ആയിപ്പോൾ ഈ വീക്കിലെ ടൈം ടേബിളായിരുന്നു ഇത്. അപ്പം ഇതിൽ ഓരോന്ന് കംപ്ലീറ്റ് ചെയ്ത് വരുമായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഒരു ടൈം ടേബിൾ കറക്റ്റായിട്ട് ഫുൾ ഫോളോ ചെയ്യാൻ പറ്റിയില്ല. കാരണം ചില ദിവസങ്ങൾ മാത്രമേ ഞാൻ രാത്രി ഇന്ന് പഠിച്ചുള്ളൂ. പിന്നെ പകൽ സമയത്തും പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തം കുളമായി. പക്ഷേ ഞാൻ എന്നാലും കുറേയൊക്കെ പഠിച്ചു. പക്ഷേ രാത്രി പഠിത്തം നടക്കുന്നില്ലായിരുന്നു. കാരണം രാത്രി പഠിച്ചാൽ മാത്രമേ ഉള്ളൂ നന്നായിട്ട് സമയം കിട്ടത്തുള്ളൂ. പകൽ സമയമൊക്കെ കണക്കാണ്. സോ രാത്രി പഠിത്തം ഇതൊരു പകൽ സമയത്തിരുന്ന് പഠിക്കുന്നതാണ് കേട്ടോ. 9:30 to 10:30 ആ ഒരു എല്ലാവരും പോയി കഴിഞ്ഞിട്ടുള്ള ഒരു 9:30 to 10:30 ആ സമയത്തിരുന്നുള്ള പഠിത്തമാണ്. അപ്പം ടിക്കറ്റ് പോവാണ്. പഠിച്ച കാര്യങ്ങളൊക്കെ വരുന്ന ടിക്കറ്റ് പോവാണ്. അപ്പം ഞാൻ ഇതിനു വേണ്ടി പഠിക്കുന്നത് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ലക്ഷ്യയുടെ റാങ്ക് ഫയലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ PK ഞാൻ PSCയുടെ ക്ലാസ് എടുത്തിട്ടുണ്ടെന്ന് പറയാമല്ലോ, ആ ക്ലാസ്സസാണ് എടുക്കുന്നത്. അതിനിപ്പോൾ വൈകുന്നേരം ആയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു ടെൻഷനൊക്കെ വന്നു. അപ്പോൾ ഞാൻ ഇതെൻ്റെ ഡയറിയിൽ എഴുതിയതാണ് കേട്ടോ. ഇറ്റ്സ് ഓക്കെ, യു വിൽ ഡു ബെറ്റർ എന്നൊക്കെ പറഞ്ഞ് എന്നെ തന്നെ സമാധാനിപ്പിച്ചതാണ്. അത് കഴിഞ്ഞ് മലയാളം എഴുതി. അപ്പോൾ എനിക്കിങ്ങനെ ഉണ്ട് കേട്ടോ, എനിക്ക് ടെൻഷൻ ഇങ്ങനെ ചില ദിവസം ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ ഒരുമാതിരി ഫീൽ ചെയ്യും. കാരണം അമ്മമാർക്ക് മനസ്സിലാവുമായിരിക്കും, നമ്മളിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ സ്ട്രെസ്സ് വരും. വൈകുന്നേരം പഠിക്കാൻ പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ ജോലി കിട്ടുമോ, നമ്മുടെ ലൈഫ് ഇങ്ങനെ തന്നെ ആയി പോകുമോ, അങ്ങനെയൊക്കെ ഉള്ളൊരു ടെൻഷൻ വരുമ്പം ഞാൻ പിന്നെ എന്നെ തന്നെ സമാധാനിപ്പിക്കാൻ ഇങ്ങനെ എഴുതും. എനിക്കിങ്ങനെ എഴുതുന്ന ശീലമുണ്ട്. അങ്ങനെ അപ്പോൾ ഞാൻ എഴുതുമ്പോൾ എനിക്ക് കുറച്ച് സമാധാനം കിട്ടും. അല്ലെങ്കിൽ പിന്നെ ആരോടെങ്കിലുമൊക്കെ സംസാരിക്കാം അങ്ങനെ. സോ എന്തായാലും നമ്മുടെ കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. സോ നമുക്ക് നന്നായിട്ട് പഠിക്കണം. PKയുടെ ഒരുപാട് ക്ലാസ്സസ് പെൻഡിങ് ഉണ്ട്. SCERT കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, കുറേ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇപ്പോൾ എല്ലാവരും കൂടെ ഓർക്കുമ്പോൾ ടെൻഷനുണ്ട്. പക്ഷേ നമ്മൾ പഠിക്കണം, നമ്മളെ കൊണ്ട് പറ്റും. സോ അതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ്. ഇതിൽ ഒരുപാട് സ്റ്റഡി കാണിക്കുന്നില്ല. കാരണം എനിക്ക് ഈ വീക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുഞ്ഞിന് പനിയും വേറെ ഒരു പ്രൊഡക്റ്റീവ് അല്ലാത്തൊരു വീക്കായിരുന്നു. സോ അതുകൊണ്ടാണ്. സോ നെക്സ്റ്റ് ഈ വീക്ക്, അടുത്ത വീക്ക് നന്നായിട്ട് പഠിക്കണം എന്നാണ്. അപ്പം ഞാൻ പഠിക്കുന്നതെല്ലാം റെക്കോർഡ് ചെയ്ത് നിങ്ങളെയും കാണിക്കും. പക്ഷേ എനിക്ക് കുറച്ച് നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ കിട്ടും, ഇങ്ങനെ വ്ളോഗ്സ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നോ, നിനക്കിപ്പം ജോലി കിട്ടും, അല്ലെങ്കിൽ നീ പഠിച്ചോ, നിനക്ക് കിട്ടില്ല, അങ്ങനെ കുറച്ച് കമൻറ്റ്സ് വരുന്നുണ്ട്. സോ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഇത് റെക്കോർഡ് ചെയ്തെടുത്തത് എന്നെ പോലെ കുഞ്ഞുമായിട്ട് പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ഇൻസ്പിറേഷൻ ആകാൻ വേണ്ടിയാണ്. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.